ഹൃദയത്തിൻ്റെ ഡോക്ടറാണല്ലോ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഡിയാക് അറസ്റ്റും കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം? എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? സത്യത്തിൽ പിന്നെ ഇത് ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫ്രെയിമിന് പുറത്താണ്. എന്നാൽ പോലും ഹൃദയാരോഗ്യം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ മോശമാണ്. കേരള പാരഡോക്സ് എന്ന് തന്നെ ഡോക്ടേഴ്സിനിടയിൽ ഒരു വാക്കാണ്. കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മലയാളികൾ. അത് ജനറ്റിക്കലി തന്നെ നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയാണ്. അതിൻ്റെ പുറത്ത് മറ്റ് ചില ഇപ്പോൾ വെജിറ്റേറിയനിസം ഒക്കെ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഇതര സമൂഹങ്ങളെക്കാട്ടിൽ മീറ്റ് ഈറ്റിംഗ് ഒക്കെ കൂടുതലുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ കോമ്പിനേഷൻ വളരെ മോശമാണ്. പിന്നെ മലയാളികൾ പൊതുവെ വളരെ സെഡൻറ്ററിയാണ്. നമ്മൾ ഒരുപാട് കഴിക്കുകയും കുറച്ച് എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒക്കെ എല്ലാവരും കാറും ഒക്കെ ആയി. അപ്പോൾ പിന്നെ അങ്ങനത്തെ ചില ജീവിതശൈലികൾ, ഇനി ജീവിതശൈലികളൊക്കെ മാറ്റി വെച്ചാൽ പോലും ജനറ്റിക് റിസ്ക് നമുക്ക് വളരെ കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷനൊക്കെ ഒരുപാട് ആവശ്യമുള്ളവരാണ് നമ്മൾ. അത്രയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അമേരിക്കയിലാണെങ്കിലും ഈ മലയാളി ഗ്രൂപ്പ്സിലൊക്കെ ഞാനിത് സംസാരിക്കാറുണ്ട്, ഒരുപാട് ടോക്സൊക്കെ നടത്തുന്നുണ്ട്. ഒരു കോൺക്രീറ്റ് ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഹാർട്ട് ഡിസീസ്. പിന്നെ ഇൻക്രീസിംഗ്ലി ഡയബറ്റീസ്, ഇപ്പം 2025 ആകുമ്പം ലോകത്തെ ആകെ ഡയബറ്റീസിൻ്റെ 80%, ആകെ ഹാർട്ട് ഡിസീസിൻ്റെ 60% ഇന്ത്യയിലാകും നമ്പർ വൈസ്. അത് വലിയൊരു നമ്പറല്ലേ. 300% ആണ് സ്ത്രീകളുടെ ഹാർട്ട് ഡിസീസിൻ്റെ ഇൻക്രീസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷത്തിൽ. അപ്പോൾ നമ്മുടെ സ്ത്രീകൾ നമ്മളെപ്പോഴും വിചാരിക്കും പെണ്ണുങ്ങൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടാവില്ല. പക്ഷേ സ്ത്രീകൾ പോലും അത്ര ഒരു റിസ്ക് ഉള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പം ചെറിയ പ്രായത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആ ഇൻ്റർവെൻഷൻ ഉണ്ടാവേണ്ടത്. ഈ ഹാർട്ട് ഹെൽത്തി ഈറ്റിംഗ് ഇപ്പം ഇൻക്രീസിംഗ്ലി കേരളത്തിൻ്റെ ഭക്ഷണ രീതി മാറുകയല്ലേ. ഫാസ്റ്റ് ഫുഡുകൾ മുക്കിനായി വരുന്നു. അപ്പം നമ്മൾ ഇത്ര വലിയ റിസ്ക് ഉള്ളൊരു പോപ്പുലേഷൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KHNA 25 വർഷം പൂർത്തിയാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, വലിയ പ്രചാരണങ്ങളും അതിനനുസരിച്ചുണ്ട്. എന്തൊക്കെയാണ് KHNAയുടെ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ? KHNAയുടെ പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഞങ്ങളുടെ ബൈനിയൽ കൺവെൻഷൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഞങ്ങളുടെ ഒരു കുടുംബ സംഗമമാണ്. അപ്പം നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയാണ്. അവിടെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരും. അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ നിന്നുള്ള ഡിഗ്നിറ്ററീസ്, കേന്ദ്രമന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന വലിയ 3-4 ദിവസത്തെ ആഘോഷമാണ്. ഇപ്പോൾ ഈ വർഷം 25th ഇയർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ പേരെടുത്ത് പറയാൻ ആയിട്ടില്ല. കാരണം നമ്മൾ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. കുറേ പ്രഗത്ഭരായിട്ടുള്ള സ്പീക്കേഴ്സും ബിസിനസ് ആൾക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. അതുകൂടാതെ എന്തെങ്കിലും ഒന്ന് നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഈ വർഷം KHNA ഫോർ കേരള കുറച്ച് വിപുലമായിട്ട് ചെയ്യുകയാണ്. 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായ പദ്ധതിയാണ് കേരളത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 20 കാറ്റഗറിയിലായിട്ട്, അത് ആദിവാസി മേഖലയിൽ ബാലാശ്രമങ്ങൾക്ക്, വിധവകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്കുള്ള ബിസിനസ് ലോണുകൾ, അങ്ങനത്തെ ഒരു 20 പരിപാടിയിൽ 5 ലക്ഷം രൂപ വീതം 1 കോടി രൂപ ഫെബ്രുവരി 1-ാം തീയതി അറ്റ്ലക്സിൽ വെച്ച് നടക്കുന്ന പരിപാടി, കേരള ഗവർണറൊക്കെ പങ്കെടുക്കുന്നത്. അതുകൂടാതെ അല്ലെങ്കിൽ 2007 മുതൽ ഇങ്ങോട്ട് ആർഷദർശന പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് ആർഷദർശനത്തെ ആസ്പദമാക്കി ഉള്ള സമഗ്ര സംഭാവനകൾക്കുള്ള ഒരു അവാർഡാണ്. ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെൻ്റായിട്ട് ഡോക്ടർ ലീലാവതിക്കാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേരളത്തിൽ ഉള്ള ആക്ടിവിറ്റീസ്. US ഓഗസ്റ്റ് 17 മുതൽ 19 വരെ 2025 ബൊർഗാട്ട അവിടുത്തെ ഒരു വലിയ കൺവെൻഷൻ സെൻ്ററാണ്, MGM റിസോർട്ട്സ്. അവിടെ വെച്ചാണ് കൺവെൻഷൻ. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ കൂടെ തന്നെ കൺവെൻഷന് വരാൻ സാധ്യതയുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ചും സനാതന ധർമ്മത്തിൻ്റെ വിശ്വാസമനുസരിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഹിന്ദുക്കളെ അവരുടെ വേരുകളിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ KHNAയ്ക്ക് സാധിക്കട്ടെ. പ്രസിഡന്റ് എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേം ഇന്ത്യയുടെ ആശംസകൾ.